എല്ലാ മനോഹർജി, അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം? എന്ത് പ്രശ്നം? അത് നിങ്ങളെ വീടിനോട് എനിക്ക് താല്പര്യമില്ല. എന്തെന്ന്? അപ്പൊ നിങ്ങളെന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ പറഞ്ഞില്ലേ? അതെല്ലാം ശരി തന്നെ, പക്ഷെ നിങ്ങളെ വീട്ടിലേക്ക് പോക്ക് വരവുണ്ട് എന്നല്ലേ പറയുന്നേ? പോക്ക് വരവുണ്ടെന്നാ? ആര് പോക്ക് വരവുണ്ടെന്ന്? വേറെ ആരുമല്ല, ഗുളികൻ. ഓഹോ, ആരായിട്ട് നിങ്ങളോട് പറഞ്ഞേ? സത്യം പറഞ്ഞോളൂ. അയ്യടാ, പറഞ്ഞു തന്നാളെ ഞാൻ ഒലക്ക പറയും. നമ്മള് കഴിച്ചില്ലാതെ തന്നെ റബ്ബിന്റെ കാവൽ. ആരോ ഗുളികൻ വരുന്നുണ്ട്. 3 നേരം എന്റെ വീട്ടിൽ നിന്ന് മൂപ്പർക്ക് ശാപ്പാട്. എന്തേ? ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് വെക്കുന്നില്ലടോ. വെച്ചിട്ട് പോടുവാണ്. ഒരു ചന്ദ്ര സോപ്പ് തൊട്ടെ. ഒരു ചന്ദ്ര സോപ്പ് എടുത്തോട്ടെ. അല്ല നായേ, ഞാനാ വീടേക്കല്ല നീയാ? അതിനെന്താ സംശയം? നീ തന്നെ ആന്നല്ല, നാട്ടുകാർക്ക് ഇപ്പം സംശയമാണ്. രാവിലെ കുറ്റിയും വെച്ച് ഇവിടെ വരും, നയിച്ചു ഒന്നുകൂടെ ഇരിക്കലോ. പണിയില്ലടാ, നാട്ടിൽ തേച്ചു ഓട്ടോറിക്ഷ. ഓട്ടം വെച്ചിട്ട് ഈടെ കുത്തി നേടിയ പണി ഉണ്ടാവുക. വല്ല സ്റ്റാൻഡിലും കൊണ്ടക്കടാ. ആ പോവല അടുക്ക്. മനോര, എന്തായി? ഇന്നലെ വന്ന ടീം എന്താ പറഞ്ഞേ? മനോരൻ എന്നെ കൊടുത്ത് പഠിപ്പിക്കാന്ന് കണ്ട. ഏതാണോ കുത്തിക്കലക്കി ഞാൻ നോക്കട്ട്. നീയാച്ചാണെങ്കിൽ പാരവാസു മുത്തപ്രാന്തിന്റെ പീടി ഞാൻ കത്തി കേട്ടാ. ഇത് അല്ല കഥ. ഓന്റെ വീട് വെക്കാൻ കഴിഞ്ഞിട്ട് എന്റെ പേര് കയറ്റി വന്ന കാര്യം പ്രാന്തൻ. നീ എന്നാ കോവാല കുറുക്കം നോക്കുന്ന പോലെ നോക്കുന്നത്? നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്റെ കളികളും നിന്റെ പുരക്ക് രാജേഷിനോട് വേണ്ടട്ടാ. എടാ, നിനക്ക് ബാങ്ക് ഒന്ന് ഉച്ചൂളിയായിട്ടെന്ന് നല്ലൊരു ടൗസർ മേടിച്ചിട്ടൂടെ? ഇതിപ്പോ 10 അയക്കേണ്ട വല പോലെ ഉണ്ടല്ലോ. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. ഭാഗ്യോള് പുറത്തു തരാത്ത എൻ്റെ അമ്മ. ചെറുപ്പത്തിൽ എങ്ങനെ കഴിഞ്ഞ നിങ്ങളുടെ രണ്ടാളും? നിങ്ങളുടെ പാച്ചു എന്താ ഇങ്ങനെ? ഇനി നിർത്താനായിട്ടില്ലേ നിങ്ങൾക്ക് രണ്ടാൾക്കും? അതിന് മനോർ മരിക്കണം. നിനക്കെന്ന് മനോട് ഒരു ഇത് പണ്ട് സ്കൂൾ ചെല്ലി മറന്നുപോയാ? അതിലിപ്പോ മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് കുപ്പായം മാറ്റിട്ട് ചായ കുടിച്ചാട്ടെ. ഞാൻ ചായ എടുക്കട്ടെ. ആൾക്ക് പോല 2 രൂപ അറിഞ്ഞിട്ട് മതി ചായ. നീ ഞാൻ വീട് നോക്കാൻ വന്നപ്പോ ഓലാടി ഉണ്ടായില്ല. ആര്? രാജേട്ടനാ? അയ്യടാ, ആര്? രാജേട്ടനാ? പഴയതൊന്നും നീ മറന്നിട്ടില്ല അല്ലേ? പറ, ഓൻ ഉണ്ടായില്ലാടാ?
ഉണ്ടായിനി എന്തേ അപ്പൊ ശ്രദ്ധ ദേശം അങ്ങോട്ടാണല്ലേ? ദേ മനോരേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ കാര്യം പറഞ്ഞ എന്തെന്നുണ്ടായേ? നീ ഒരു കാര്യം ചെയ്യണം. ചെയ്യുവോ? എന്തിനാണ് പറ. ഞാൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ അന്നേരം തന്നെ ഈ ട്രൗസർ നീ കൈക്കിൽ തുണിയായിക്കൊള്ളണം. കേട്ടില്ല? നിങ്ങ എന്നായി പറയുന്നത്? നിങ്ങൾക്ക് പ്രാന്തായ? അതല്ല, മിഞ്ഞാന്ന് ആള് വന്നില്ലേ, അതും മുടങ്ങി. ഓരോ അല്ലെങ്കിൽ ആ പാല് വാസോ രണ്ടിലേതോ ഒന്നാ. സാരമില്ല, ഞാൻ പിടിച്ചോളാം. അത് നന്നായി. അല്ലെങ്കിൽ എനക്കും അമ്മക്കൊന്നും ഇടവിട്ടിട്ട് പോവാൻ ഇഷ്ടേ അല്ല. ഉണ്ടാവൂലടി, ഉണ്ടാവൂല. അങ്ങനെ രണ്ടിനും വിലസ ഞാൻ വിടൂല. വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പോരക്ക് ഞാൻ തീ കൊടുക്കും. എന്നിട്ട് കുറേ ആയാ? ഇല്ലില്ല, നമ്മൾ കുറച്ച് താമസിച്ചു. അല്ലപ്പാ വെളിച്ചല് തലക്ക് വീണിട്ട് കിളി പോയൊരു സരേനോ വെച്ചിന്റെ വീട് കിട്ടിയല്ലേ? സരേനേച്ചിയാ? അതാരപ്പാ? സരോനേച്ചി അങ്ങനെ പറയണ്ടേ? നമ്മളൊരു കുടുംബം. നമ്മളെ കുടുംബം. വെറുതെ അല്ല. നീ എടുക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോയേക്കാം. എന്ത് നായത് അസല് ഭ്രാന്തൻ. ഓന്റെ പരി നോക്കാൻ വരുന്നാളാ. ഞാനാ മുറക്കം വെച്ചിട്ടാന്നു ഓന്റെ പൊരുവലപ്പാട്. സത്യം പറയണ ഓൻ ആ പൊരിയും വിറ്റ് പോയാൽ മതിയായിരുന്നു. എന്തല്ല അതിർപ്പത്തിന്റെ കളിയാന്നല്ലേ? ഏടി എന്ത് മുടങ്ങിയാലും ആ നാട്ടിലെ പീഡക്കാർക്ക് പറ്റും. എല്ലാരും വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളെന്താക്കാനാ? ഓനതിന് ഇത്രയും നല്ല വീട് വെക്കുന്നത്? ഈ വീട് വിറ്റിട്ട് ഓൻ ഏടെ പോകാനാണ്? സംഗതി പറയുന്നല്ല, പാച്ചനാണ് ഓന്റെ പ്രശ്നം. നമ്മളുടെ ഒപ്പം കളിച്ചു വളർന്നവരല്ലേ. പണ്ട് സ്കൂൾ പഠിക്കുമ്പോ രാജേഷിന് ഓന്റെ ഓളോട് ചെറിയൊരു മുഹബത്തുണ്ടായിനി. ക്ലാസ്സിൽ വെച്ച് കാര്യമായി എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ട് അവര് തമ്മിൽ തെറ്റി. അതിനുശേഷം പെണ്ണിന് പാച്ചനോട് വെറുപ്പായി. ആ അവസരം നന്നായിട്ട് മുതലെടുത്തും പോവാന്. അല്ല, പിന്നെ ഇവന് ഓളെ തന്നെ കെട്ടി അപ്പുറിപ്പുറമല്ല താമസം. അതാണ് ഓന്റെ പ്രശ്നം. ഓഹോ, അതാണ് കാര്യല്ലേ? അങ്ങനെ പറ. ഈ സൈഡ് നോക്കാം. ഇതാ എന്റെ അതിരി. ഇതിൽ തേങ്ങ ഉണ്ടാവുക? ചാറവറാന്നല്ലേ? അപ്പൊ ഇതാണ് മൊത്തം സ്ഥലം. മൊത്തം 13 സെന്റ് സ്ഥലവും വീടുമാണ്. പിന്നെ ഒന്നൊന്നര തെങ്ങുണ്ട് 8 എണ്ണം. തേങ്ങ ചറവറാനാണ്. ആ തേങ്ങ പറിച്ച് വിറ്റ് ജീവിക്കാം. പിന്നെ വീടിന്റെ കാര്യം സ്വന്തമായി നിൽക്കാൻ വേണ്ടി എടുത്തോണ്ട് ഒന്നിനൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. എന്നാ പിന്നെ എന്തിനാ വെക്കുന്ന? നിങ്ങൾക്ക് എന്നെ ഒന്നൂടെ? അല്ല, നീ ഒന്ന് അനങ്ങാണ്ട് നിന്നട്ടെ. എത്ര റൂമിന് പോകാം? 4 റൂമുണ്ട്, എല്ലാം അറ്റാച്ച്ഡാണ്. നമുക്ക് ഓടിയാണെന്നിട്ട് കാര്യം സായി. ഇയാളേതാ? നിങ്ങൾ വീട് നോക്കാൻ വന്നില്ല? അല്ലപ്പ ഞാൻ ഇങ്ങനെ ഓരോ സംശയങ്ങള്. സംശയ? എന്ത് സംശയം? അല്ലപ്പ മുന്നേന്ന് പറഞ്ഞാൽ നമ്മൾ ആത്ത് തിന്നിട്ട് പുറത്ത് പോയിട്ട് തോറില്ല. ഇപ്പൊ പുറത്തു പോയി തിന്നിട്ട് ആത്ത് വന്നിട്ട് തോറും. അതിന് 3-4 കക്കൂസും. കാലം പോയ ഒരു പോക്ക്. നീ ഒന്നും മിണ്ടാണ്ട് പോ. എത്രയാണ് ഉദ്ദേശിക്കുന്നത്? കാര്യല്ലേ അളന്ന് അതിരി തിരിച്ചിട്ട് മതി കച്ചവടം.
അളക്കാനാ? എന്തളക്കാൻ? ഞാൻ എന്റെ സ്ഥലമാണ് വിൽക്കുന്നത്, അല്ലാണ്ട് നിന്റെ അല്ല. ആടെ ഉണ്ട്. നീ പറഞ്ഞ 13 സെന്റ് എന്റെ സ്ഥലം കൂടി ഉണ്ട്. പാതിരാത്രിക്ക് അതിര് മാന്തിട്ട് ഇപ്പൊ അന്റെ അടുക്കള വരെ എത്തി. അതപ്പോ ഇങ്ങള് സ്ഥലം കൊടുക്കുന്ന നീ ഒന്നും മിണ്ടാടുന്നേ. അല്ല ഞാനിനി എന്താ വേണ്ടത്? നിക്കണോ അതോ പോകണം? രേണു എന്താ കരക്ക് കിട്ടീന്? എണ ഐഡിയാണ് പോലീസും വെക്കാന്നായിരിക്കും. ഓനങ്ങനെ പലതും പറയും, അവന്റെ ചൊറിച്ചല് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായടാ. അപ്പൊ നീയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ അല്ലേ? നിന്റെ ഉദ്ദേശം എടുത്ത് നടക്കാൻ പോകുന്നില്ലടാ, നടക്കാൻ പോകുന്നില്ല. അത് നീ മനസ്സിൽ കൊണ്ട് നടന്നു. നീ ചെയ്തൊന്നും ഞാനും എന്റെ ഓളും മറന്നിട്ടില്ലടാ. അതിന് 10-30 വർഷത്തെ പഴക്കൊണ്ട് നാടുമില്ലടാ വീട്ടിൽ ഓളിയും മോളിയും വെച്ച് പഴയ ഇഷ്ടം നടക്കാൻ വേണ്ടിട്ട്. അതേടാ, ഞാൻ തന്നെയാണ്. ഞാൻ ഈടിയില്ല കാലത്തോളം നീ അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അതെ, എനിക്ക് ഇഷ്ടാണ്, എന്റെ ജീവനേക്കാളും ഇഷ്ടാണ്. എന്തേ? ഇതങ്ങനെ വിട്ടാൻ പറ്റൂല. അളിയൻ എത്രയും പെട്ടെന്ന് വരുത്തണം. അളിയനൊന്നിങ്ങ് വന്നോട്ട്. എടാ പാച്ചാ, നീ തീർന്നടാ, നീ തീർന്നു. ഹലോ, സർവർ ഓക്കെയാ? ആ, എന്നാ ഞാനിവിടെ തുറന്നിട്ടെ. പിന്നെ ആധാർ ഇല്ലവർ മാത്രം ഇവിടെ നിന്നാ മതി കേട്ടാ. ആ, ആധാർ വേണോ? ചുണ്ടൻ പേരില് പോരെ? വിരല് മാത്രം പോരാ, ഇതിന് നമ്പർ അടിക്കണം. ഫോണ് കൊണ്ടുവന്നോളൂ, അതിന്റെ നമ്പർ പോരെ? സുധാര, നിന്റെ കളിയൊന്നും സർക്കാരിന്റെ നടക്കൂലേ? നീ പോയി ആധാർ എടുത്തിട്ട് 12 ഞാനെടുത്ത് അടിച്ചു പോവേ. പോവില്ല, ഞാൻ ആധാർ എടുത്തു വരുന്നത് നിങ്ങൾ എടുത്തന്നെ കേട്ടോ. ആർക്ക് വായി കൂടി ഓടിക്കാണോ പോന്ന്? എന്നടാ നിനക്ക് മുട്ടണ? അടിച്ച് കണ്ണു മുറിച്ചാളി കേട്ടണ? അന്നെ ഓൻ അറിയില്ല. വിട്ടാടെ ഞങ്ങൾക്ക് വീട്ടിലങ്ങ് പോക്കാം. എന്ത് ചെയ്താട്ടെന്നാ നീ പറയുന്നത്? മാസ്റ്ററിങ്. മാസ്റ്ററിങ് അല്ലടാ, മസ്റ്ററിങ്. പഠിക്കേണ്ട സമയത്ത് മാങ്ങ അറിയാൻ പോയിട്ടല്ലേ? പുഴക്കാരി അധികം നോടിയാണത് കേട്ടിക്കള ഞാൻ. നമ്മുടെ സിനിമ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടാ. എന്തെന്ന് വീണ്ടാണെന്നുള്ളത് നിങ്ങൾ ഞെക്കുന്നുണ്ട് ഈ മരത്തില്. വിരല് വെക്ക്. ആ, കഴിഞ്ഞ് കിട്ടിയിട്ടില്ല.
നീ അക്ഷയ് പോയിട്ടേ ഫോൺ നമ്പറും ആധാറിൽ ലിങ്ക് ചെയ്തിട്ട് വാ ചെല്ലി. നിങ്ങൾ നല്ലോണം തുടച്ചിട്ടൊന്ന് ഞെക്കിയോട്ടെ. തുടച്ചിട്ടും ചെക്കിരുന്ന കാര്യമില്ല, അരി വേണമെങ്കിൽ അക്ഷയ് പോണം. എന്തായിരുന്നു പ്രകടനം? ഓ ഗോപാലളിയ എന്താളിയാ? സുബ്ലിയ, പണ്ട് സ്കൂളിൽ നിന്ന് പാചകം ചെയ്തില്ല, നീ മറന്നുപോയാ? നമുക്ക് പകരം ചോദിക്കണ്ടേ? മോനെ കൊണ്ട് ചെമ്പ് ചില്ലറൊന്നുമില്ലടാ അടുങ്ങാറ്. നീ നാളെ ഇങ്ങോട്ട് വാ, ഈടിയാവട്ടെ നിന്റെ അംഗം. അതെയാ? അളിയാൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ അവിടെ എത്തി. അളിയാൻ ഫോണെടുക്കും. സൈഡിലും കുറച്ചും കൂടി വൃത്തിയാവുമായിരുന്നു അല്ലേ? ആ സൈഡിൽ കുറച്ച് മുകളിൽ കിട്ടുന്നെങ്കിൽ. വനവാസു, സുടുവാ നിന്റെ തലയിടല്ല ആ പാച്ചൻ. ഞാനിവിടെ എത്തിന്ന് ഓനോട് പറഞ്ഞേ. മോനെ സുടു, പഠിക്കുന്ന കാലത്ത് നീ അവനെ മേടിച്ച് കൂട്ടിയാലേ നിനക്ക് കിട്ടിയൊന്നും പോരാ. അതെല്ലാം വിട്, നിനക്ക് ചായ വേണം. അനക്കിന്റെ ചായ ഒന്നും വേണ്ട, ഓർലിച്ചുണ്ടാ. മോനെ സുടു, നിന്റെ അളിയുണ്ടല്ല ഗോപാലൻ, ഓന്റെ പഠിപ്പും മദ്രാസെല്ലാം ഓന്റെ കയ്യിൽ വെച്ചാൽ മതി. എന്നാടാ അളിയെന്നാ ഇപ്പൊ? ഓന്റെ പൊര വെക്കാൻ കഴിയാതിന് ഞാൻ അവരും കാരണം ഒന്ന് അടുത്ത ചേച്ചി പറഞ്ഞെടുക്കുന്നു. എങ്ങനെയെങ്കിലും ആ പൊരയൊന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു പാണ്ടാരം. നീ പേടിക്കണ്ടാ, ആളെ കിട്ടി. പാച്ചു അതിന്റെ പിന്നില്. പാച്ച അത് തീർക്കാനേ ഞാൻ വന്നിനി. അത് തീർത്തിട്ടായിരുന്നു പോകലു. പണ്ടേ ഞാൻ ഓൻ ഓങ്ങി വെച്ചതാ. ഇപ്പൊ എന്റെ പെങ്ങളെ പോയി നടക്കുന്നുണ്ട്. മുമ്പ് നീ എനിക്ക് ഓങ്ങിയതല്ലേ? അത് പിന്നെ കണ്ണിൽ മണ്ണ് വാരിട്ടാല് ആരാ കരിയാത്ത? നീ കരിയില്ലേ? എടാ ബാസു, സുഡു ആരാ നിന്നോനറിയും? അല്ല വേണ്ട, വൈകുന്നേരം അളിയും വരട്ടെ. പോലീസിന് പൈസ പോടാ. ഓടെ മുമ്പ് സ്കൂൾ പഠിക്കുമ്പോ ചോകര മുട്ടായി പുളിപ്പൊടി ഞാൻ മേടിച്ചേ, അതിൽ കഴിച്ചോ. എന്റെ പറശ്ശിനി കട കൂത്തപ്പ, ഇതേത് ജന്മം? വേണോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. എടാ സുഡു, തേങ്ങയാണടാ. ഇവൻ ആരെയാണ് കേട്ടത്? നിന്നോട് ഇവൻ ചെയ്താൽ നീ മറന്നുപോയാ? ഇതാരും ആടിയാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാലെന്നാടാ കോവാലന്റെ മൂക്ക് കേട്ടാ. ഞാനിവിടെ വരുകയും ചെയ്യും, 100 പാട്ടും പാടും. സുഡു, നീ നിന്റെ പുന്നാരളിയനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വാകട്ടാ. ഞാൻ ആടെ തന്നെ ഉണ്ടാവും.
കെട്ടടാ. എടാ സുഡു, സ്കൂൾ പഠിക്കുന്ന കാലത്തെ നീ കരയാൻ തുടങ്ങിയതല്ല. മൂരി പോലെ ആയില്ലേ? നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഏട്ടാ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. കരയണ്ടേ, നാണക്കാടായി. പാച്ച, നീ അങ്ങനെ വലസാന്ന് കരുതണ്ടടാ. അളിയൻ ഇപ്പം തന്നെ വിവരം അറിയിച്ചേക്കാം. സുടുതി എത്തിയ എത്തും ചെയ്ത് കിട്ടും ചെയ്തു. എന്തെന്ന് കിട്ടിയതാ നീ പറയുന്നത്? അനക്ക് അല്ലല്ല, ഓൻ എന്റെ കൈശം കിട്ടി. എങ്ങനാ? അളിയാ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഓൻ ഇങ്ങോട്ട് വരും. നീ എന്തെന്നല്ലേ ഈ പറയുന്നത്? ആന്ന്, ഓ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. അന്നെ കണ്ടരുത് ഓ കഴിച്ചിൽ ബാക്കി പോന്നൊരു പോക്കാം. എന്റെ വീട്ടിൽ ഓൻ അതൊക്കെ ധൈര്യ. സുഡു, ഞാൻ വരുന്നവരെ ഞാൻ തന്നെ ഉണ്ടാവണം. ഏടി പോയക്കരുത്. തയ്യാറായി നിന്നോ. ഇന്ന് ഓന്റെ അന്ത്യാണ്. പേടിക്കണ്ട, ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഈ സംഭവറിയാ എന്നാ എടാ, നിന്റെ ചങ്ങായിമാർ തമ്മിൽ മാരാണ് കുഴപ്പം നടക്കുന്ന മോനാടാ. ആര്? ആ പാച്ചും കോവാനും പോരാണ്ട് ആ സുഡുണ്ട്. സുഡൂരെ അടിച്ച് പെരക്കുന്ന മോനെ നിന്റെ പാച്ചു. നീ വന്നാട്ടെ, സോജ ഒന്ന് വീഡിയോ നോക്കണേ. നീ എന്താണ് കണ്ടിട്ട് പോയത്? കപ്പത്തണ്ട് പൊട്ടി സത്യം പറഞ്ഞു. നീ എന്തുടായിപ്പാടാ ഇവനോട് പറഞ്ഞു കൊടുത്തേ? ഞാൻ ഇന്നതല്ല പറഞ്ഞത്. നീ എന്താടാ ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരുന്നത്? പറ. എനിക്ക് പല കാര്യം ഉണ്ടാവും. എനിക്ക് വേണ്ടാതീനം പറഞ്ഞ് ഇവിടെ വിഷം തിരിച്ചാലുണ്ടല്ലോ. പറയടാ, എലി പറയും. ഓള എന്റെ ഓളാ. നീ ആരാണ് ചോദിക്കാൻ വേണ്ടി? ഓള് മറന്നു വിചാരിച്ചിട്ടേ നീ ചെയ്തു ഞാൻ മറന്നിട്ടില്ലടാ. മനോരം മാഷെടുത്തത് ചണ്ണക്കടി മണിച്ചത് ഞാനും മറന്നിട്ടടാ. വിടൂല, ഞാൻ മൂത്തപ്പനാണ് വിടൂല. നിങ്ങൾ രണ്ടും ഒത്തും താഴടാ. നിങ്ങൾ രണ്ടും എങ്ങനെ കഴിഞ്ഞവരാന്ന്? നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവൻ ചെയ്തു ഞാൻ മറന്നിട്ടില്ല. പോരായിട്ടിപ്പം പോരായിട്ടിപ്പം ബാക്കി പറയണ. ഞാനെന്തോ ഉറക്കാണ് ചെയ്തിന്. ഇതും പറഞ്ഞ് നീ കൊറേ കാലായി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത് കണ്ടു വെക്കുന്നവർക്കല്ലോ ഒരു ആകാംക്ഷ. ഇതിന്റെ കൗരിലെന്നാ നടത്തിയ കാര്യം. ഹലോ എടാ, നീ എടിയില്ലേ? എത്രയും പെട്ടെന്ന് ഇട് വരണം. നീ കാണുന്നില്ലേ രണ്ടിനെയും? ഈ പോക്ക് പോയാണ്ടല്ല ചങ്ങായിമാരെ ഞാൻ നോക്കൂല. രണ്ടിനെ പിടിച്ചാത്തുള്ളൂ. ആ ഭാഗ്യം ഞാനില്ല. നീ അറിയാ, പല ആൾക്കാർ പല തവണ വന്ന് ഞാൻ ഈ വീട് നോക്കാൻ. ഇവൻ ഒറ്റ ഒരുത്തര എല്ലാം മുടക്കുന്നു. അത് നിന്റെ അടുത്ത് തെളിവുണ്ടാ? ഉണ്ടാ? നിനക്കെന്നാ ഓന്റെ ഭാഗത്തൊരു ചായ്വ്. സന്തോഷേ, ഇത് മാത്രമൊന്നല്ല. പഴയ ഇഷ്ടത്തിന്റെ പേരും പറഞ്ഞ ഇവൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഓനി പല വീട്ടിലും കയറി വന്ന് തിമിരം ബാധിച്ച് ഈ കണ്ണുകൊണ്ടും തിമിരം ബാധിക്കുന്ന ഈ കണ്ണുകൊണ്ട് കണ്ടതാ ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നെ. കണ്ട, തിമിരം ബാധിച്ചു തുടങ്ങി. എത്ര വയസ്സാണ് നിങ്ങക്ക്? നിർത്തിക്കൂടെ ഇത്? ഓനെന്താ നമ്മുടെ ചെങ്ങായി അല്ലേ? ഓനെന്താ ഈ വീട്ടിൽ കയറിക്കൂടാ? പോരാറ്റെങ്കിൽ നിന്റെ അയൽവാസിയും. കൂട്ടുകാരൻ എന്താടാ, എന്താ ഞാൻ ചെയ്ത തെറ്റ്?
ഇവളോട് എനിക്ക് ഇഷ്ടം തന്നെയാ. അത് അന്നേരം. ഇപ്പൊ നിനക്ക് നിന്റെ ഭാര്യയോടുള്ള ഇഷ്ടം പോലെ തന്നെയാ എനിക്ക് എന്റെ ഭാര്യയോടുള്ള ഇഷ്ടം. നീ കുറെ കാലായല്ലോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ തള്ളിയിട്ട് പോയതിനു ശേഷം അന്ന് തീർന്നതാ ഇവളോടുള്ള അത്തരത്തിലുള്ള ഇഷ്ടം. നിങ്ങളെ കല്യാണത്തിന് ശേഷം ഇവിടെ നിന്റെ ഭാര്യയായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ സഹപാഠി, ഒരു കൂട്ടുകാരി. നീ മുമ്പ് എന്ത് ചെയ്യുന്നായി പറയുന്നത്? നീ ആടിയല്ല വീട് നോക്കടാ. നമ്മൾ തമ്മിൽ ജഗടിയായിട്ടും ഇവരെന്താ എന്റെ വീട്ടിൽ കയറിയായിരുന്നു? എന്റെ വീട് നോക്കാൻ വരുന്ന ആൾ എന്തിനും മുടക്കുന്നത്? ഞാൻ ഈ വീട് വിറ്റ ഇവന്താ? നീ ചോദിക്കടാ. അതേടാ, നീ ഇല്ലാത്ത സമയം ഞാൻ ഈ വീട്ടിൽ വരാറുമുണ്ട്. നിന്റെ വീട് വിൽക്കാൻ വരുന്നവരെ ഞാൻ തന്നെ മുടക്കാറും. നീ ഇവന് പോയി കേസ് കൊടുക്കടാ. ഈ സ്വത്തച്ചടം മുടക്കുന്നതിന് കേസെടുക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പിലടാ ഗോപാല. കണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? മക്കളെ മോനെ പാച്ചു. സ്കൂളിലെ കാര്യം പഴയ ഇഷ്ടത്തിന്റെ കാര്യം എന്നല്ല നിന്റെ പ്രശ്നം നിനക്ക് മനസ്സിലായി കോവാല. അമ്മയുള്ള കാലം വരെ നീ ഇവിടം വിട്ട് പോകരുത്. ഇത് നിന്റെ അമ്മ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ അത് എന്റെയും കൂടി അമ്മയാടാ. എനിക്ക് വേറെ ഒന്നും വേണ്ട. അമ്മയുള്ള കാലം വരെ അമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഒരാഗ്രഹേ ഉള്ളൂ, നിങ്ങൾ രണ്ടാളും നിങ്ങളെ മക്കളെ എന്റെ ഇടവും വലവും മരിക്കുന്നവരെ കൺകുളിർക്കൊന്ന് കാണണം. ഇവന്റെ അമ്മ ജാനും ഞാനും വെറും കളിക്കൂട്ടുകാരികൾ മാത്രമായിരുന്നില്ല.
ഇവന്റെ അച്ഛന്റെ മരണശേഷം വളരെ കഷ്ടപ്പെട്ട ഓളോനെ വളർത്തിയത്. എന്റെ മോന് നിന്നെ പോലെ ഓനും എന്റെ മോൻ തന്നെയാടാ. അച്ഛനില്ലാതെ കുറവറിയിക്കാതെ എന്നെ വളർത്തത് എന്റെ അമ്മയാടാ. നീ പറഞ്ഞതാ നേരി. എന്നോടുള്ള എന്റെ അമ്മയുടെ സ്നേഹം നിനക്ക് പകുതി നൽകി കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ലടാ, സഹിച്ചില്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മയുടെ ഇഷ്ടം അതിന്റെ കൂടെ നിൽക്കാനായില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ? എന്തിനാ? എന്നോട് ക്ഷമിക്കും പാച്ചാ. അല്ലപ്പാ, കാണുന്ന ആളെ ക്ഷമയെ പരീക്ഷിക്കല്ലേ. കാര്യം ഇനി വ്യക്തമായില്ലേ? അല്ല മക്കളെ, നിങ്ങൾ ഇത്രയും കാലം പരസ്പരം ദേഷ്യം പിടിച്ച് നടന്ന എന്തിനാ? രേണുവിന് ചെറുപ്പം മുതലേ പാച്ചനോട് ദേഷ്യം തോന്നുന്ന എന്താ കാരണം? അയ്യോ അമ്മേ, അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു. ഈ കാര്യത്തിനല്ല എപ്പോഴും ദേഷ്യം കൊണ്ട് നടക്കാൻ പറ്റുവാ? നമ്മുടെ അമ്മയാണ്, ഞാനത് ചെയ്തിട്ടില്ല രേണു. എടാ സുഡോ, എന്താടാ കാര്യം? കേസെടുക്കാൻ പോപ്പുണ്ടാ? ഓഹോ, ഇതാണോ നിങ്ങൾ ആഭ്യന്തര പ്രശ്നം? അമ്മേ, അത് വേറെ ഒന്നുമല്ല. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മാമൻ സിംഗപ്പൂരിൽ നിന്ന് ഒരു പെട്ടി കളർ പെൻസിൽ കൊണ്ടു തന്നു. അത് ഈ പാച്ച കട്ടു. അത് ഈ കോവാലാട്ട അല്ല മനോരാട്ട കണ്ടു. ഇതേ രേണു, ഞാൻ പറഞ്ഞു അമ്മച്ചിയാണ്, ഞാനല്ല അത് എടുത്തത്. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചാ. അതാരടുത്തിന് ഗോവാല എന്നീടൊന്നും വിളമ്പാക്കൊന്നും വേണ്ട. കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് അത് ഞാൻ തന്നെ പറയാം. ഞാൻ തന്നെ എടുത്തിന്. ഗോവാല എനിക്ക് മാത്രമൊന്നല്ല, എനിക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. അതിന് നിന്റെ ഒഴിവാക്കാൻ ഒറ്റ മാർഗം കണ്ടിട്ടില്ല. ഇന്റർവൽ സമയത്ത് ഞാനും പൊക്കി. അതിനുള്ള ഏക സാക്ഷി ഇവൻ. എന്ത് സാധനാടാ? എന്നാൽ എന്റെ പെങ്ങളെ പെൻസില് നീ അധികം നോടിയണ്ട. അതിലും രണ്ടും എനിക്കും തന്നിട്ടാ. അത് പിന്നെ മനോർജ്, അല്ലപ്പാ, നിങ്ങളെ വീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ട് നോക്കാൻ വേണ്ടി വന്നതാ. എന്റെ വീട് കൊടുക്കുന്നൊന്നുമില്ല. ഏയ്, എന്റെ വീട് കൊടുക്കുന്നു. പാച്ച, ഇനി എന്തിനാടാ നമുക്ക് രണ്ട് വീട്? ഒരു വീട് പോരെ?